പത്തനംതിട്ട മൈലപ്ര സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നടപടിയായി. ബാങ്ക് ഭാരവാഹികളുടെയും ബന്ധുക്കളുടെയും സ്വത്തുക്കൾ ജപ്തി ചെയ്തു. 18 കോടിയുടെ സ്വത്തുക്കളാണ് സഹകരണ വകുപ്പ് ജപ്തി ചെയ്തത്. ജെറി ഈശോമൻ, ജോഷുവ മാത്യു എന്നിവരുടെ സ്വത്തുക്കളാണ് ജപ്തി ചെയ്തത്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഈ ഉടൻ ജപ്തി എന്നുള്ള നടപടി അത് എത്രത്തോളം ഈ സഹകാരികൾക്ക് ആശ്വാസമായി എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ജപ്തി വിവരങ്ങൾ നമുക്ക് എന്താണ് കൂടുതലായി കിട്ടുന്നത്? ലക്ഷ്മി, ബാങ്ക് മുൻ പ്രസിഡന്റും CPM നേതാവുമായ ജെറി ഈശോമൻ, സെക്രട്ടറി ജോഷുവ മാത്യു ഇവരുടെ ബന്ധുക്കൾ എന്നിവരുടെ 18 കോടിയുടെ സ്വത്തുവകകളാണ് സഹകരണ വകുപ്പ് ജപ്തി ചെയ്തത്. ബാങ്കിൽ ഈട് വെച്ചിട്ടുള്ള വസ്തുക്കൾ ഇവർ കൈമാറ്റം ചെയ്യാൻ നീക്കം നടക്കുന്നു എന്നറിഞ്ഞാണ് ജപ്തി എന്നാണ് സഹകരണ വകുപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. വൻ ക്രമക്കേട് നടന്ന ബാങ്കിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉൾപ്പെടെ പുരോഗമിക്കുകയാണ്. ഉടൻ ജപ്തി എന്ന നടപടിയാണ് സംഭവത്തിൽ സഹകരണ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാർച്ചിലാണ് ഈ സംഭവം ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള അവസാന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. മൈലപ്ര സഹകരണ ബാങ്കിന്റെ പേരിൽ വാണിജ്യ ബാങ്കിൽ ഉണ്ടായിരുന്ന 2 കോടിയോളം രൂപ പിൻവലിച്ചതും വിനിയോഗിച്ചതും രേഖയില്ലെന്ന് കണ്ടെത്തി കഴിഞ്ഞ മാർച്ചിൽ ബാങ്ക് സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്കെതിരെ നടപടിയും ഉണ്ടായിരുന്നു. 32 കോടി 95 ലക്ഷം രൂപയുടെ സാമ്പത്തിക തിരിമറി ബാങ്കിൽ നടന്നിട്ടുണ്ടെന്നാണ് അസിസ്റ്റന്റ് രജിസ്ട്രാർ മൈലപ്ര സഹകരണ ബാങ്കിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള അമൃത ഗോതമ്പ് ഫാക്ടറിയിലെ ഗോതമ്പ് സ്റ്റോക്കിന്റെ നിലവാരത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ബാങ്കിലെ സാമ്പത്തിക പ്രതിസന്ധി ഇതെല്ലാം കണക്കിലെടുത്ത് സഹകരണ ചട്ടം 65 പ്രകാരം അന്വേഷണം നടന്നു വരികയുമായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഉടൻ ജപ്തി നടപടി സ്വീകരിച്ചുകൊണ്ട് ബാങ്കിന്റെ മുൻ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും അടക്കമുള്ള ആളുകളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിക്കൊണ്ട് നടപടി സ്വീകരിക്കാൻ സഹകരണ വകുപ്പ് തയ്യാറായിരിക്കുന്നത്. 18 കോടിയുടെ സ്വത്തുവകകളാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. CPMന്റെ നിയന്ത്രണത്തിൽ വർഷങ്ങളോളം ഭരണം നടത്തിയ ബാങ്കിൽ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നു. ഇപ്പോഴും ഈ നിക്ഷേപം നൽകിയിട്ടുള്ള ആളുകൾ പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ബാങ്കിൽ കയറി ഇറങ്ങി നടക്കുകയും സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ കൂടുതൽ കടുപ്പിക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. എന്ന് ഇവർക്ക് ഈ പണം തിരികെ ലഭിക്കും അല്ലെങ്കിൽ നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനും ബാങ്ക് അധികൃതർക്ക് കഴിയാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ നാളുകളായിട്ട് ഈ ക്രൈംബ്രാഞ്ചിന്റെയും ഒപ്പം തന്നെ സഹകരണ വകുപ്പ് രജിസ്ട്രാറും ഒക്കെ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി നടപടികൾ ബാങ്കിനെതിരെ സ്വീകരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു നടപടിയാണ് സഹകരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉടൻ ജപ്തി എന്ന നടപടിയുടെ ഭാഗമായി ബാങ്കിന്റെ മുൻ സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും മുൻ പ്രസിഡന്റ് ജെറി ഈശോമൻ, സെക്രട്ടറി ജോഷുവ മാത്യു ഇവരുടെ ബന്ധുക്കളുടെ അടക്കം 18 കോടിയുടെ സ്വത്തുവകൾ കണ്ടുകെട്ടിക്കൊണ്ടുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ലക്ഷ്മി, മിഥുൻ, സംസ്ഥാനത്തെമ്പാടും ഈ CPM ഭരണത്തിലുള്ള സഹകരണ ബാങ്കുകളിലാണ് വലിയ തിരിമറികൾ നടക്കുന്ന. UDF ഭരണത്തിലുള്ള കോൺഗ്രസിന്റെ ഭരണത്തിലുള്ള ബാങ്കുകളിലും തിരിമറികൾ കുറവല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ആത്മഹത്യ വരെ ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. സഹകാരിയുടെ മകളുടെ വിവാഹ ആവശ്യത്തിനായി നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാതായപ്പോൾ എന്തായാലും ഈ മൈലപ്ര സഹകരണ ബാങ്കിലെ തിരിമറിയുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ EDയുടെ ഇടപെടൽ ഉണ്ടാവരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടെയായിരിക്കും ഈ സഹകരണ ആ ഒരു തലത്തിൽ തന്നെ അന്വേഷണം നടത്തിയതിനു ശേഷം പെട്ടെന്ന് ഈ ഉടൻ ജപ്തി എന്ന നടപടിയിലേക്ക് പോയതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അതും കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്ന് വിലയിരുത്തണോ? ലക്ഷ്മി, ഈ 2 ബാങ്കുകളാണ് പ്രധാനമായിട്ടും പത്തനംതിട്ട ജില്ലയിലെ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും വലിയ പ്രതിസന്ധി നേരിടുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ബാങ്കുകൾ. ഒന്ന് മൈലപ്ര സഹകരണ ബാങ്കും മറ്റൊന്ന് കോന്നി സഹകരണ ബാങ്കുമാണ്. ഈ 2 ബാങ്കുകളിലേക്കും EDയുടെ നിരീക്ഷണം വരുന്നുണ്ട് എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു. ഈ സഹകരണ ബാങ്ക് തട്ടിപ്പുകളുടെ രണ്ടും ഈ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ EDയുടെ നിരീക്ഷണം ഏർപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരുന്നു. മൈലപ്ര സഹകരണ ബാങ്കിലും 86 കോടി രൂപയുടെയും അതോടൊപ്പം തന്നെ കോന്നി സഹകരണ ബാങ്കിലും കോടികളുടെ തട്ടിപ്പ് നടക്കുകയും ചെയ്തിരുന്നു. വലിയ തട്ടിപ്പാണ് ഈ 2 ബാങ്കുകളിലും പത്തനംതിട്ട ജില്ലയിൽ നടന്നിട്ടുള്ളത്. 2017 കോന്നി റീജിയണൽ സഹകരണ ബാങ്കിലെ 5 കോടിയുടെ രൂപയുടെ തട്ടിപ്പ് പുറത്തു അറിയുന്നത്. പ്രമാണമില്ലാത്ത വായ്പ കൊടുക്കൽ, ഒരേ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് പലതരത്തിലുള്ള വായ്പകൾ നൽകൽ, വ്യാജ രേഖകൾ ഉപയോഗിച്ച് വായ്പ തരപ്പെടുത്തൽ തുടങ്ങിയ രീതികളായിരുന്നു കോന്നി സഹകരണ ബാങ്കിൽ നടന്നിരുന്നതെങ്കിൽ സമാനമായ രീതിയിലുള്ള തട്ടിപ്പാണ് 86 കോടി രൂപയുടെ തട്ടിപ്പാണ് മൈലപ്ര സഹകരണ ബാങ്കിലും നടന്നിരുന്നത്. ഈ മൈലപ്ര സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള അമൃത ഗോതമ്പ് ഫാക്ടറിയിലും 4 കോടി രൂപയുടെ തിരിമറിയും നടന്നു. ഈ 2 ബാങ്കുകളിലും അന്വേഷണം കാര്യമായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്ന് ഈ പണം നഷ്ടപ്പെട്ടവർക്ക് പണം തിരികെ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു മറുപടി നൽകാൻ അല്ലെങ്കിൽ കൃത്യമായുള്ള ഒരു വിശദീകരണം നൽകാൻ ബാങ്കിന് കഴിയാത്തയും സാഹചര്യമുണ്ട്. മൈലപ്ര സഹകരണ ബാങ്കിൽ ഈ കഴിഞ്ഞ അടുത്ത കാലത്തും നിക്ഷേപ വ്യാപകമായി അതിനു മുൻപിൽ സമരം നടത്തുകയും പ്രതിഷേധ സമരങ്ങൾ നടത്തി പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ട പ്രതിഷേധ സമരങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന
സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഇതിന് ഒരു പരിഹാരം അല്ലെങ്കിൽ എന്ന് പണം തിരികെ നൽകും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാനും സാധിക്കാത്ത സാഹചര്യത്തിലായിരുന്നു ഇഡിയുടെ നിരീക്ഷണം ഈ രണ്ട് ബാങ്കുകൾക്കും മുകളിലേക്ക് എത്തുകയും ചെയ്തിരുന്നത്. പക്ഷേ ആ നടപടികൾ മുന്നോട്ട് പോയിട്ടില്ല. അതിനു മുൻപ് തന്നെ സഹകരണ രജിസ്ട്രാർ വകുപ്പിന്റെ അന്വേഷണം നടത്തിക്കൊണ്ട് ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പോൾ ഇങ്ങനെ ഈ സ്വത്തുവകൾ കണ്ടവ് കെട്ടിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് വേണം. അതെ, തീർച്ചയായും. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.